ഡോൺസ് കിച്ചൺ കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മുരിങ്ങക്കായുടെ തോരൻ എങ്ങനെ വെക്കാമെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. മുരിങ്ങക്കായുടെ ഉള്ളിലെ കാമ്പ് ചിരണ്ടി എടുത്തിട്ട് അത് തോരൻ വെക്കുന്നത് വളരെ ഈസിയാണ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. മുരിങ്ങയ്ക്ക തോരന് വേണ്ട ചേരുവകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് മുരിങ്ങയ്ക്ക ഉള്ളിലെ കാമ്പ് ചിരണ്ടി എടുത്തത് 12 മുരിങ്ങയ്ക്കയുടെ കാമ്പ് ചിരണ്ടി എടുത്തതാണ് ഇത്. ചുമന്നുള്ളി 8 എണ്ണം ചെറുതായി അരിഞ്ഞത്, ഒരു സവോള ചെറുതായി അരിഞ്ഞത്, 5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം നടുവേ കീറിയത്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, കടുക് 1 ടീസ്പൂൺ, തേങ്ങ അരമുറി തേങ്ങ ചിരണ്ടിയത്, ഉപ്പ് ആവശ്യത്തിന്. ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒന്ന് തീ കത്തിക്കുക. ആ പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഒരു 1.5 ടീസ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ കടുക് ഇടുക. കടുക് ഇട്ടത് പൊട്ടി തുടങ്ങി. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമേ കടുക് ഇടാവുള്ളൂ. കടുകൊന്നും എല്ലാം ഒന്ന് പൊട്ടി തീരട്ടെ. കടുക് പൊട്ടി കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് ചുമന്നുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചത് ഇടുക. അതൊന്ന് വഴറ്റിയെടുക്കുക. ചെറുതായി ഒന്ന് വഴന്നാൽ മതി. അത് വഴലുമ്പോഴത്തേക്ക് നമുക്ക് സവോള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവോള ചെറുതായി ഒന്ന് വഴന്നു. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് ഒരു 3 എണ്ണം ഇതിലേക്ക് ഇടുക. കറിവേപ്പില ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നേരെ വിട്ടൊന്ന് ഇളക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ചെയ്താൽ മതി. ഒത്തിരി തീയിലിട്ട് ചെയ്താൽ കരിയും. അപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. സവോള ചെറുതായി വഴന്ന് വന്നിട്ടുണ്ട്. ഇത് തോരനായതുകൊണ്ട് അധികം സവോള നമ്മൾ ഇട്ട് വഴറ്റി എടുക്കണ്ട. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതിലേക്ക് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. ഒന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം ഒന്ന് മാറുന്ന പോലെ ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടി ഇപ്പം വഴന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്കയുടെ കാമ്പ് ചിരണ്ടി എടുത്തത് ഇടാം. ഇത് മുരിങ്ങയ്ക്ക നടുവേ പിളന്നിട്ട് സ്പൂണ് വെച്ച് ചിരണ്ടി എടുത്താൽ മതി. വളരെ ഈസിയാണ് ഇത് എടുക്കാൻ. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഏരിയയിലൊക്കെ നല്ല മുരിങ്ങയ്ക്കയുടെ സമയമാണ്. ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇത് മുരിങ്ങയ്ക്ക നല്ലതുമാണ്. ഇമ്മ്യൂണിറ്റി പവറിനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ മുരിങ്ങയ്ക്ക തോരനായിട്ട് വെച്ച് കൊടുത്താൽ അവർക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ കഴിക്കാൻ. വല്ല മുരിങ്ങയ്ക്ക ആയിട്ട് കൊടുത്താൽ അവർക്കത് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതിങ്ങനെ വെച്ച് കൊടുത്താൽ എളുപ്പമാണ്. അപ്പോൾ ഈ മുരിങ്ങയ്ക്കയുടെ ആ കാമ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കുക. ഒരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. നമുക്ക് അടച്ചു വെച്ച് വേവിക്കുന്ന സമയത്തിനുള്ളിൽ നമ്മൾ തേങ്ങ ഒന്ന് ഒരു പച്ചമുളക് കൂട്ടി ഒന്ന് ചതച്ചെടുക്കാം. പച്ചമുളക് മാത്രം മതി. നമ്മൾ അരമുറി തേങ്ങ എടുത്ത് വെച്ചിരുന്നല്ലോ, ആ അരമുറി തേങ്ങ ഒരു പച്ചമുളകും കൂടെ ഇട്ട് മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുക്കണം. അധികം അരയൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഒരു കറക്കം മിക്സിയിൽ ഒന്ന് കറക്കിയാൽ മതി. ഇങ്ങനെ കിട്ടും.
തുറന്നൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 5 മിനിറ്റത്തേക്കൂടെ അടച്ച് വെക്കാം. കാമ്പിന് ഇച്ചിരി വേവുണ്ട് ഈ മുരിങ്ങക്കയുടെ കാമ്പിന്. നമുക്ക് തുറന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിനി അരച്ച തേങ്ങ നടുക്കോട്ടൊന്നിട്ട്, മുരിങ്ങയുടെ കാമ്പിന് ഇച്ചിരി തേങ്ങ കൂടുതലിടുന്നത് നല്ലതാ. കാമ്പ് നമുക്ക് ചിരണ്ടി എടുക്കുമ്പോൾ കുറച്ചേ കാണുള്ളൂ. അപ്പം തേങ്ങയൊക്കെ ഇടുമ്പോൾ നമുക്ക് തോരൻ ഇച്ചിരി അളവ് കൂടുകയും ചെയ്തോളും. തേങ്ങ ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. ഞാൻ നേരത്തെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പും അങ്ങിട്ട് കൊടുക്കാം. ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെക്കണം. ആ തേങ്ങ ഒന്ന് പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി. അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം. നോക്കാം. മുരിങ്ങ ആ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം. ഞാനൊന്ന് ഉപ്പൊന്ന് നോക്കട്ടെ. ആവശ്യത്തിന് ഉപ്പുണ്ട്. നമുക്കിനി ഒരു സെർവിങ് ഡിഷിലേക്ക് ഇത് മാറ്റാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയ്ക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാൻ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റത്തെ ഒരു കുക്കിങ്ങിന് വേണ്ടി ഒരു 10 മിനിറ്റത്തെ ആവശ്യമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ അതിൻ്റെ കാമ്പ് എടുക്കുക, പിന്നെ തേങ്ങ ഒന്ന് ചതച്ചെടുക്കുക. അതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് മൊത്തം ആവശ്യമുള്ളൂ. അതുകൊണ്ട് ഈ സമയത്ത് എല്ലാവരും ഈ മുരിങ്ങക്കായുടെ തോരനൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ? നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ റെസിപ്പിയെ പറ്റി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം.